ഗ്രഹാതുരതയുടെ നിറവിൽ ഗ്രാമങ്ങളെ നെഞ്ചിലേറ്റുന്നവർക്കും അതിൻ്റെ തനിമ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഗ്രാമസരണിയിലേക്ക് സുസ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനായിരിക്കുന്നത് ഒരു ദ്വീപിലാണ്. മറ്റു ദ്വീപുകളിൽ നിന്നും വ്യത്യസ്തമായ വിശേഷണങ്ങളാൽ അലങ്കൃതമായ വളരെ മനോഹരം, അതിലേറെ കൗതുകമുണർത്തുന്ന സെയിൻറ്റ് മേരീസ് ഐലൻഡ്. അതെ, ഏറെ മനോഹരമായ സെയിൻറ്റ് മേരീസ് ഐലൻഡ്. മംഗലാപുരത്തു നിന്നും 80 കിലോമീറ്റർ അകലത്താണ് സെയിൻറ്റ് മേരീസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിൽ ഉടുപ്പിയിലെ മാൾപേ ബീച്ചിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്തു വേണം ഈ ദ്വീപിൽ എത്തിച്ചേരാൻ. പ്ലാസ്റ്റിക്, മറ്റ് ഇതര മാലിന്യങ്ങളാൽ ദ്വീപിനെ കളങ്കപ്പെടുത്താതിരിക്കാൻ നിതാന്ത ജാഗ്രതയോടെ നാഷണൽ ജിയോളജിക്കൽ മോണ്യുമെൻ്റായി രാഷ്ട്രം ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ ഷെല്ല് കളക്ഷനും സ്വിമ്മിങ്ങും ഒന്നും തന്നെ ഇവിടെ അനുവദനീയമല്ല. ഇന്ത്യയിലെ മഡഗാസ്കറാണ് ഈ ഐലൻഡ്. AD 1498 ഇവിടെ വന്നിറങ്ങിയ വാസ്കോഡ ഗാമയാണ് ഈ ദ്വീപിന് സെയിൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പേരിട്ട് വിളിച്ചത്. ഈ ഐലൻഡിൻ്റെ ഒരു ഭൗമ ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 240 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ഗോണ്ട്വാന എന്ന പേരിൽ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. ഇന്ത്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക, പിന്നെ ഇന്നത്തെ മഡഗാസ്കർ എന്നിവ ചേർന്നതായിരുന്നു ആ ഭൂഖണ്ഡം. കാലക്രമേണ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം മൂലം തെക്കേ അമേരിക്ക ഗോണ്ട്വാന ഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ടുപോയി. 118 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നതിൻ്റെ ഫലമായി ഇന്ത്യയോട് അഥവാ കന്യാകുമാരിയോട് ചേർന്ന് കിടന്നിരുന്ന ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഈ ഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ടു എന്നാണ് ശാസ്ത്രകാരന്മാരുടെ നിഗമനം. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാരിയോൺ ഹോട്ട്സ്പോട്ട് എന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കയോടടുത്ത് കിടക്കുന്ന മഡഗാസ്കർ ഗോണ്ട്വാന ഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ടു പോവുകയും അഗ്നിപർവ്വതത്തിൻ്റെ ലാവ അടിഞ്ഞുറഞ്ഞ് സെയിൻറ്റ് മേരീസ് എന്ന മനോഹരമായ ഈ ഐലൻഡ് രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് ശാസ്ത്രചരിത്രം. മാരിയോൺ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ലാവ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്ന ബസാൾട്ട് റോക്ക് അഥവാ കൃഷ്ണശിലകൾ എന്നറിയപ്പെടുന്ന പരലുകൾ പോലെയുള്ള ഈ പാറകൾ. സാധാരണ കടലോരങ്ങളിൽ കാണുന്ന പഞ്ചാര മണലിന് പകരം അടിഞ്ഞുകൂടിയ നല്ല വൃത്തിയുള്ള ഷെല്ലുകളാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ സമയം വല്ലാതെ അതിക്രമിച്ചിരുന്നു. 6 മണിക്ക് മുമ്പേ സന്ദർശകർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ ഏറെ കൗതുകമുണർത്തുന്ന ഐലൻഡിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എനിക്ക് സന്ദർശിക്കാനായില്ല. ഐലൻഡിൽ നിന്നുള്ള അവസാന ബോട്ട് പുറപ്പെടുന്നു എന്നതിൻ്റെ സൂചനയുമായി ബോട്ട് അധികാരികൾ വിസിൽ മുഴക്കുന്നുണ്ട്. ആയതിനാൽ തൽക്കാലം ഈ സന്ദർശനം ഇവിടെ അവസാനിപ്പിച്ച് തിരിച്ച് ബോട്ടിലേക്ക് നീങ്ങുകയാണ്. ഈ വീഡിയോ വീക്ഷിച്ചതിനും ആസ്വദിച്ചതിനും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. ആക്ഷേപങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും സാഗൂതം കാതോർത്തുകൊണ്ട് വിൽസൺ ആൻ്റണി, ഗ്രാമസരണി.